ചൂടോടെ നല്ല നെയ്പ്പത്തിൽ ചുട്ടെടുത്ത്. ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആമിക്കൽ സ്കൂളിലേക്ക് കൊടുത്തു വിടാനും അതെടുത്ത്. എന്നിട്ടിപ്പോൾ ബാക്കിയുണ്ട്. സാധാരണ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, മക്കൾ വേഗം കഴിക്കും. നമ്മൾ പിന്നെ ഇവർ ഷോപ്പിൽ നിന്ന് വന്നിട്ട് ഒരു 5 മണിയെല്ലാം കഴിക്കാൻ. അപ്പോൾ ചിക്കനോ ബീഫ് കറിയോ എന്തെങ്കിലും ബാക്കി വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകിൽ നെയ്പ്പത്തിലല്ലേ നെയ്ച്ചോറ്, ഇത് രണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തിയോ ചോറ് എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ തന്നെ തോന്നി. പച്ചരിയൊന്നും ഉണ്ടായിട്ടില്ല കുതിർത്താൻ. സാധാ പൊന്നിയരി കുറച്ച് കുതിർത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയേട്ടോ. ശരിക്കും ഇങ്ങനെ പൊന്നിയരി കുതിർത്തിട്ട് ആദ്യമായിട്ട് ആക്കുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. മൊത്തമായിട്ടല്ല കേട്ടോ, പൊന്നിയരി കുറച്ച് കുതിർത്തിട്ട് ബാക്കി പത്തലിൻ്റെ പൊടി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ നെയ്പ്പത്തലാണ്. എന്താ ടേസ്റ്റ് അറിയാം, നല്ല ചിക്കൻ കറി വറ്റിച്ച ചിക്കൻ കറി ആകുമ്പോൾ അതും നല്ല ക്രിസ്പി നെയ്പ്പത്തലാകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ്. വൈകുന്നേരം 5 മണിയായി കേട്ടോ കഴിക്കുമ്പോൾ. അന്നേരം പിന്നെ ഒരു ഗ്ലാസ് ചായയും വെച്ച് കുടിക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഞാൻ ചായയും വെച്ച് കഴിച്ച്. എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാൻ ഇത്രയേ പറ്റുന്നുള്ളൂ. എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണോ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയെല്ലാം വേണമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരെ.